കാൽ മസിൽ ശക്തിയാക്കിയാൽ പ്രമേഹം നിയന്ത്രിക്കാം. നമ്മുടെ ശരീരത്തിൽ മസിലുകൾ പലയിടത്തുമുണ്ട്. മസിലുകൾ ശക്തിപ്പെടുത്തേണ്ടത് ആരോഗ്യത്തിന് പ്രധാനവുമാണ്. പലരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, മസിലുണ്ടാക്കാൻ പണിപ്പെടുന്നവരാണ്. ഇതിനായി ജിം പോലുള്ള വഴികളെ ആശ്രയിക്കുന്നവർ. ശക്തിയുള്ളവരുടെ, ആരോഗ്യമുള്ളവരുടെ ശരീരം ഫിറ്റായവരുടെ ലക്ഷണം എന്നൊക്കെ പറയാം. എന്നാൽ ഇത് മാത്രമല്ല, കാഫ് മസിൽ, അതായത് കാൽ മസിൽ ശക്തിപ്പെടുത്തിയാൽ ലഭിക്കുന്ന വേറെ ചില ഗുണങ്ങൾ കൂടിയുണ്ട്. വിശദീകരിക്കാം. 1. പ്രമേഹം. കാൽ മസിൽ ശക്തിപ്പെടുത്തിയാൽ പ്രമേഹം തടയാൻ സാധിക്കുമെന്ന് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രമേഹമുള്ളവർക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുമ്പോഴാണ് പ്രമേഹം വരുന്നത്. ഇൻസുലിന് ശരീരത്തിൽ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ട രീതിയിൽ ഇത് ഉൽപ്പാദിപ്പിക്കാനും പറ്റാതിരിക്കുമ്പോഴാണ് പ്രമേഹം വരുന്നത്. കാൽ മസിൽ ശക്തിപ്പെടുത്തിയാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. ഇതിലൂടെ കാൽ മസിലുകൾ ശക്തിപ്പെടുത്താൻ സാധിക്കും. രണ്ടാം ഹൃദയം എന്ന് പറയാവുന്ന ഒന്നാണ് കാഫ് മസിൽ. നാം നടക്കുമ്പോഴും കോണിപ്പടികൾ കയറുമ്പോഴുമെല്ലാം ഇതിലൂടെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു. ഇതും ഇത്തരത്തിലെ ഗുണമാണ്. പ്രമേഹവും ഹൃദയ ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നുകൂടിയാണ്. ഇതുപോലെ വെരിക്കോസ് വെയിനുകൾക്ക് പരിഹാരം കൂടിയാണ് കാലിലെ മസിലുകൾ ശക്തിപ്പെടുത്തുന്നത്. ഇനി കാൽ മസിൽ ശക്തിയാക്കാനുള്ള വ്യായാമം. നടക്കുന്നതും ഓടുന്നതുമെല്ലാം തന്നെ കാൽ മസിലുകൾ ശക്തിപ്പെടുത്താനുള്ള വഴിയാണ്. സ്റ്റെപ്പിൽ നിന്ന് കൈവരിയിൽ പിടിച്ച് കാൽപാദം മുകൾ ഭാഗം മാത്രം സ്റ്റെപ്പിലും ബാക്കി പകുതി സ്റ്റെപ്പിന് പുറത്താക്കിയിട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുക. അതായത് പകുതി പാദത്തിന് മാത്രം സ്റ്റെപ്പിനാൽ സപ്പോർട്ട് കൊടുത്ത് ഉയരുകയും താഴുകയും ചെയ്യുക. പുറകിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഇരിക്കുമ്പോൾ ഹീൽ അഥവാ ഉപ്പൂറ്റി നിലത്ത് അമർത്തി കാൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. അങ്ങനെ അമർത്തുമ്പോൾ കാഫ് മസിലിലേക്ക് ഇതിൻ്റെ ഇഫക്റ്റ് ലഭിക്കണം. മസിൽ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യണം. ഇത് ദിവസവും പല ആവർത്തി ചെയ്യണം. ഈ വിലപ്പെട്ട അറിവുകൾ